നീ വരച്ചത് നിന്റെ കയ്യിലുണ്ടോ? എടുത്തേ. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയായിരുന്നോ? ടെക്സ്റ്റ് ബുക്കിനകത്ത് അവരതിലാണോ വരച്ചിട്ടായിരുന്നേ? ആ അല്ല, അതെന്താ അങ്ങനെ? ഞാൻ വരച്ചതിനകത്ത് ഒബ്ജക്റ്റ് കാണിച്ചിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞ? ഒബ്ജക്റ്റ് കാണിക്കാത്തതിന്റെ കാരണം ഞാൻ എന്താ പറഞ്ഞ? അതുകൊണ്ട് പേപ്പറിൽ കാണിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? പക്ഷെ അവര് ഒരു ചെറിയ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് കാണിച്ചിട്ടുണ്ട്. അവിടെ ഇൻഫിനിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ആ പിന്നെ ഞാൻ വരച്ചതിൽ 2 റേസ് വേണം. വി നീഡ് 2 റേസ് ഫ്രം 1 പോയിന്റ്. ഓക്കെ. ഞാൻ വരച്ചത് 2 റേസ് എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. നോക്കിയായിരുന്നോ? നോട്ട് ചെയ്തായിരുന്നോ? അവരെങ്ങനെ വരച്ചിരിക്കുന്നേ? അവരിങ്ങനെ മിററിൽ വരച്ചിട്ട് ഒരു റേ എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസും ഒരു റേ ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസും വരച്ചിരിക്കുന്നത് അല്ലേ? എന്നിട്ട് ഇത് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന പോലെ വരച്ചിരിക്കുന്നത് ശരിയല്ലേ? ഞാൻ വരച്ചപ്പോ 2 റേസ് എബവ് ദ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചേ. ആ 2 വേണ്ട ശരിയാണ്. ഞാൻ വരച്ചതും ശരിയാണ്, അവര് വരച്ചതും ശരിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. എഫക്റ്റീവ്ലി ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ എനിവേ ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ ദീസ് ലൈറ്റ് റേസ് വിൽ മീറ്റ് അറ്റ് ദ പോയിന്റ് ഫോക്കസ്. അപ്പൊ നമുക്ക് അവിടെ ഇമേജ് കിട്ടും. ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് സമയം പോയി അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു ഓർക്കണുണ്ടോ? ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജിനകത്ത് ഓക്കെ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറയണം ക്യാരക്ടറിസ്റ്റിക്സിനകത്ത്. ഒന്ന് നേച്ചർ ഓഫ് ഇമേജ് പറയണം. അതാണ് ഇപ്പൊ നീ പറഞ്ഞത്. എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൂടെ നമുക്ക് സൈസോടെ പറയാം. സൈസ് എന്താണെന്ന് പറഞ്ഞേ? വെരി സ്മോൾ. അതിന് അവിടെ പോയിന്റ് സൈസ് എന്ന് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഹൈലി ഡിമിനിഷ്ഡ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ഏതാ എഴുതിയിരിക്കുന്നത്? സ്മോൾ ഒന്നും അല്ലെന്ന. ടെക്സ്റ്റ് ബുക്കില് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞോന്നാണ് ഞാൻ പറയണേ. കണ്ടോ? ഈ പേജ്. ഓക്കെ. അപ്പോൾ പോയിന്റ് സൈസിൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത് when the object is at infinity. പിന്നെ പൊസിഷൻ എഴുതിയിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ഇമേജ് എത്ര എന്തായിരുന്നു? പൊസിഷൻ ഓഫ് ഇമേജ് പൊസിഷൻ ഓഫ് ഇമേജ് ഈസ് അറ്റ് ഫോക്കസ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? നീ ഇവിടെ നോക്കേ. നോട്ട് ബുക്കിൽ. ഓക്കെ. നോട്ട് ബുക്കിൽ അതിനോടൊന്ന് നോട്ട് ചെയ്തേ കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ഡയഗ്രത്തിലേക്ക് പോവാണ്. ഏതാ വരയ്ക്കണ്ടേ നീ? ഇനി വരയ്ക്കേണ്ടത് when the object is beyond the center of curvature. So case 2 എന്ന് എഴുതിക്കോ. case 2 case 2 എന്താണ്? when the object is beyond center of curvature. എന്നാ വരച്ചു തുടങ്ങി. എന്റെ ഒപ്പം വരച്ചോ. ആദ്യം എന്ത് വരയ്ക്കും? അല്ല, ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കും. എന്റെ ഒപ്പം വരയ്ക്കട്ടോ. പെട്ടെന്ന് വരച്ചു. എന്നിട്ട് കോമ്പസിൽ ഒരു ലാർജ് റേഡിയസ് എടുത്തിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കേ. ചെറിയൊരു ആർക്ക് വരച്ചോ. എന്നിട്ട് അതിങ്ങനെ ഷെയ്ഡ് ചെയ്യും. This will represent concave mirror.
വരച്ചു. ഇനി ഈ പോയിന്റ് നമ്മൾ ചുമ്മാ പേരെ കൊടുത്തേക്കാം. അതിന്റെ പേരെന്തായിരുന്നു? പോൾ. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 സെന്റിമീറ്റർ, അത് നിന്റെ ഇഷ്ടമാണ്, 3 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 2.5 സെന്റിമീറ്ററോ എത്ര മിനിറ്റ് എടുക്കാം. ഞാനൊരു 3 സെന്റിമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഒരു 3 സെന്റിമീറ്റർ എടുത്തിട്ട് സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ചെയ്തു. ഇനി നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കും. എവിടെ ഒബ്ജക്റ്റ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഇവിടെ ഒബ്ജക്റ്റ് വരയ്ക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യണം എന്ത്? ഒരു റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഞാൻ വരച്ചപ്പോൾ എന്റെ മിററിന് വലുപ്പം പോരാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ വലുപ്പം ഒന്ന് കുറയ്ക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റേ എടുത്തുവിടുന്നു. ഈ റേ വരുന്നത് ഈ ഒബ്ജക്റ്റിന്റെ ഹെഡിൽ നിന്നാണ് കേട്ടോ. ഒബ്ജക്റ്റിന്റെ ഹെഡാണ് ഞാൻ ഈ ആരോ മാർക്ക് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പറ ഈ റേ എന്ത് പറ്റും? ഫോക്കസിലൂടെ പാസ് ചെയ്യും. ചെയ്യുമെന്നോ നിന്നോട് ചോദിക്കരുത്, ചെയ്യുമെന്ന് പറയണം. അപ്പോ ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഈ ഫോക്കസും കൂടെ വെച്ചിട്ട് ഒരു വരയും വരയ്ക്കുക. റേ വരയ്ക്കുക. എന്നിട്ട് ആരോഗ്യം കൊടുക്കുക. ഇനി നിനക്ക് വേറൊരു റേ കൂടെ വേണം. അത് ഏത് റേയാ നിനക്ക് ഇഷ്ടം? ഒന്നെങ്കിൽ നിനക്ക് ഫോക്കസ് കൂടെ പണം വരയ്ക്കാം, അല്ലെങ്കിൽ ഈ സെൻട്രൽ കർവേച്ചർ കൂടെ പണം വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിൽ സെൻട്രൽ കർവേച്ചറോ? എന്നത് വേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ സെൻട്രൽ കർവേച്ചർ ഉണ്ടല്ലോ. അല്ലെന്നേ, നമുക്ക് ഫോക്കസ് വരച്ചാലും സെയിം തന്നെ കിട്ടുന്നേ. ഞാൻ ഫോക്കസിലൂടെ വരയ്ക്കാമല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ വരച്ചോ നീ, അത് പിന്നെ പഠിച്ചോ. അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ സെൻട്രൽ കർവേച്ചർ വരച്ചേക്കാം. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഞാൻ ഫോക്കസിലൂടെ ഉള്ളത് വരച്ചു. ഈ ഫോക്കസിലൂടെ റേ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ വരച്ചിരിക്കുന്ന റേ കണ്ടല്ലോ. ഇവിടെ ഒന്ന് പാരലായിട്ട് വരയ്ക്കാൻ പോകും. നിന്റെയൊക്കെ റൂൾഡ് കോപ്പിയാണ് ഉപയോഗിക്കണേ. റൂൾഡ് കോപ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റേ ഒക്കെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനിൽ വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാരലൽ റേ ഒക്കെ വരയ്ക്കാൻ പറ്റും. ഈ ഫസ്റ്റ് റേ ഇതിലെ പാരലായിട്ട് പോയ റേ ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം ഇങ്ങനെ പോകുന്നു. പിന്നെ ഫോക്കസിലൂടെ പോയ റേ റിഫ്ലക്ഷന് ശേഷം പാരലായിട്ട് പോകുന്നു. അപ്പോൾ ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും ഇവിടെ മീറ്റ് ചെയ്തു അല്ലേ? ഞാൻ പറഞ്ഞിതാണ് പറയണത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നീ ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റിൽ നിന്ന് റേസ് ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്ന് ഇടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്ന വഴി ഇവിടെ മുട്ടും. ഇവിടെ വെച്ചൊരു കൂട്ടിമുട്ടും അല്ലേ? ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഈ രണ്ട് റേസ് എവിടെന്നാ തുടങ്ങിയത്? ഈ ഹെഡിൽ നിന്നല്ല വന്നേ. അപ്പൊ ഹെഡിൽ നിന്ന് വരുന്ന രണ്ട് റേസ് റിഫ്ലക്റ്റിന് ശേഷം വീണ്ടും അവിടെ മുട്ടുമ്പോൾ അവിടെ നമുക്ക് ഹെഡിന്റെ പാർട്ട് കിട്ടും, ഇമേജ് കിട്ടും. ഇവിടെ ആ ഹെഡ് ഇവിടെ വരും. ഓക്കെ, നമുക്ക് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടും. തല തിരിഞ്ഞ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഇപ്പൊ ഇതിന് ഞാനൊരു പേര് കൊടുക്കട്ടെ. ഈ ഒബ്ജക്റ്റിന് ഞാനിപ്പോ എ ബി എന്ന് പേര് കൊടുക്കുവാണ് എങ്കിൽ ഈ ബി എന്ന പോയിന്റിൽ നിന്നാണ് രണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇവിടെ വന്ന് ഇടിച്ചിട്ട് അവ തിരിച്ചുപോയി.
പോകുന്ന വഴിക്ക് അവർ വീണ്ടും ഇവിടെ മുട്ടി. അപ്പൊ ഞാൻ ആ പോയിന്റ് ബി ഡാഷ് എന്ന് കൊടുക്കുന്നിരിക്കട്ടെ. ഞാൻ പറയുന്നത് ബി ഡാഷ്, ഈ പോയിന്റ് ബി ഡാഷ്, ബി ഡാഷ് ഈസ് ദ ഇമേജ് ഓഫ് ദ പോയിന്റ് ബി. അപ്പൊ ഞാൻ വേറെ ഒരെണ്ണം വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ഒരെണ്ണം വരച്ച് നോക്കാം ഞാൻ. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് നീ വരയ്ക്കണ്ട കേട്ടോ. ഇപ്പൊ ഇവിടെ ഈ ഇടയ്ക്കുള്ള ഒരു റേ വരയ്ക്കും, ഇവിടെ നടുക്കുള്ള ഒരു റേ വരയ്ക്കുന്നുണ്ട്. ഞാൻ വേറൊരു കളർ ഉപയോഗിക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടിട്ട്. ദേ ഇവിടെ നിന്ന് പാരലായിട്ട് റേ പോകും. ഈ റേ എന്നാ ചെയ്യും? ഈ റേക്ക് എന്ത് പറ്റും? ഈ റേക്ക് എന്ത് പറ്റും? അത് ഫോക്കസിലൂടെ തിരിച്ചു പോകും അല്ലേ? ഇത് ഇമേജ് ഞാൻ വരച്ചിട്ടില്ലെന്നിരിക്കട്ടെ, ഇമേജ് ഞാൻ വരച്ചിട്ടില്ലെന്നിരിക്കട്ടെ. ഓക്കെ, ഇമേജ് ഞാൻ വരച്ചിട്ടില്ല. അപ്പൊ ഫോക്കസിലൂടെ തിരിച്ചു പോകും. നോക്കിയത് ഇങ്ങനെ ഫോക്കസിലൂടെ ഇങ്ങനെ തിരിച്ചു പോകും. വേറെ ഒരെണ്ണം വരയ്ക്കാം ഈ പോയിന്റിൽ നിന്ന്. അത് ഞാൻ ഈ ഫോക്കസിലൂടെ വരച്ചെന്നിരിക്കട്ടെ. ദാറ്റ് ഇങ്ങനെ ഫോക്കസിലൂടെ ചെന്നാൽ തന്നെ ഹിറ്റ് ചെയ്യണം. ഓക്കെ, അവിടെ ചെന്നാൽ അതിനെന്ത് പറ്റും? അത് പാരലായിട്ട് ഈ റേ, രണ്ടാമത്തെ ഈ റേ ഇവിടുന്ന് പാരലായിട്ട് തിരിച്ചു പോകും. ഓക്കെ, അങ്ങനെ പാരലായിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ മുട്ടും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പോയിന്റിന്റെ ഇമേജ് ആയിരിക്കും ഇത്. ഈ പോയിന്റിന്റെ ഇമേജ്, ഈ പോയിന്റ് ബിയുടെ ഇമേജ് ആയിരിക്കും ദിസ് വൺ. അങ്ങനെ ഈ എന്താണ് ഈ ഒബ്ജക്റ്റിന്റെ അടുത്ത് ഓരോ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒബ്ജക്റ്റിൽ മെനി പോയിന്റ്സ് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ലൈറ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു റേ വരയ്ക്കാന്ന് ഇരിക്കട്ടെ. ഞാൻ ഒന്നോടെ വരയ്ക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. അല്പം ബോറിംഗ് ആണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്, സാരമില്ല. ഈ പോയിന്റിൽ നിന്ന് വരച്ച് ശരിയാവില്ല. ഈ പോയിന്റിൽ നിന്ന് ഒരു റേ വരുവാണ് എങ്കിൽ അതിവിടെ ചെന്നിടിച്ചിട്ട് അതിന് ഫോക്കസിലൂടെ പോകും. മൊത്തം കൊള്ളേ. ഇനി വേറൊരു റേ ഫോക്കസിലൂടെ ഞാൻ വരയ്ക്കുവാണെങ്കിൽ അത് പാരലായിട്ട്. അപ്പൊ ഈ രണ്ട് റേസ്, ഈ ഇത് കുറച്ചും വരച്ച് ഇതിലോട്ട് രണ്ട് റേസ് ഇവിടെ മുട്ടും. എന്റെ പടം ക്ലിയർ ആയില്ലല്ലേ? വേണേ ഞാൻ അതേപോലെ ഇത്ര തുടങ്ങിയതല്ലേ, അതുകൊണ്ട് ഞാൻ വലുതായി വരച്ച് കാണിച്ചു തരാം. നീ വരയ്ക്കണ്ട, ഇതൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇത് നമ്മുടെ മിറർ, ഇത് പോൾ, ഫോക്കസ്, സെന്റർ ഓഫ് കർവേച്ചർ, ഒബ്ജക്റ്റ്. ഇത് ഒബ്ജക്റ്റ് ആണ് ഇരിക്കട്ടെ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു റേ വരുന്നു. ഇതെങ്ങനെ പോകുന്നു? ഇത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഒരു റേ ഈ ഫോക്കസിലൂടെ വരുന്നു, അല്ലെങ്കിൽ ഇതേ സെയിം പോയിന്റിൽ നിന്ന് ഒരു റേ ഫോക്കസിലൂടെ വരുന്നു. ഇത് എന്ത് ചെയ്യും? ഇത് പാരലായിട്ടും. സോറി, ഞാൻ പറയുന്നത് ഇതൊരു റിഫ്ലക്റ്റഡ് റേ അല്ലേ? അത് എവിടെന്നാ വന്നേ? അത് വന്നത് ഈ എ എന്നുള്ള പോയിന്റിൽ നിന്നാണ്. ഇവിടെ എ എന്ന് കൊടുക്കുകയാണെന്നിരിക്കട്ടെ, എ എന്നുള്ള പോയിന്റ്. ഇതൊരു റിഫ്ലക്റ്റഡ് റേ അല്ലേ? ഇത് ആ റേയുടെ ഇൻസിഡന്റ് റേ ഏതാ? ഇതല്ലേ? അതും എവിടെന്നാ വന്നേ? അതും വന്നത് ഈ എയിൽ നിന്ന് തന്നെയാണ്. ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് തന്നെ വന്നേ. ഇവിടെ നിന്ന് എ എന്ന പോയിന്റിൽ നിന്ന് രണ്ട് റേസ് വന്നിട്ട് ഇവിടെ ചെന്ന് ഇടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ പിന്നെ മുട്ടി. എന്താ മനസ്സിലായില്ല? പോയിട്ട്
അത് മീറ്റ് ചെയ്തു. അപ്പൊ ഈ രണ്ട് റേസും ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസും സത്യത്തിൽ തുടങ്ങിയത് ഇവിടെ നിന്നല്ലേ? അപ്പൊ നമുക്ക് എന്ത് ഞാൻ പറയാൻ വരുന്നത്, ഈ റിഫ്ലക്റ്റഡ് റേസ് പിന്നെ വന്നിട്ട് ഇവിടെ മീറ്റ് ചെയ്യുമ്പോ ഇവിടെ നമുക്ക് ഒരു ഇമേജ് കിട്ടും. എന്തിന്റെ ഇമേജ് കിട്ടും? ഈ പോയിന്റിന്റെ ഇമേജ് കിട്ടും. എ എന്ന പോയിന്റിന്റെ ഇമേജ് കിട്ടും. കാരണം ഈ പോയിന്റിൽ നിന്നാണല്ലോ ഈ രണ്ട് റേസ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ എയുടെ ഇമേജ് കിട്ടും. ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മോഡൽ ഇവിടെ അല്ലേ ഇരുന്നത്, പക്ഷെ ഇത് ഇവിടെ ഇമേജ് താഴെ വരും, താഴെ തിരിഞ്ഞു വരും. മനസ്സിലായോ? എന്ത് അതുപോലെ തന്നെ ഫോക്കസിക്കോടെ പാസ് ചെയ്ത് ഒരെണ്ണവും നമ്മുടെ ലോ അനുസരിച്ച് റൂൾ അനുസരിച്ച് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് തന്നെ പോയി. അപ്പൊ അവരൊരു പോയിന്റ് രണ്ടും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിലാണ് ഒരു ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് ഇൻവെർട്ടഡ് ആയിരിക്കും. ഇമേജ് ഈ പോയിന്റിന്റെ ഇമേജ് ആയിരിക്കും. ഈ ആക്ച്വൽ ഉള്ള ഈ പോയിന്റിന്റെ ഇമേജ് ആയിരിക്കും ഈ പോയിന്റ്. ഇൻവേർട്ടഡ് ആണെന്ന് പറയാൻ കാരണം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലല്ല നിൽക്കുന്നത്, ഇങ്ങനെ ഇറക്കായിട്ടല്ല ഇത് നിൽക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് എബവ് അല്ലേ ഇത്? ഇതാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് ബിലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻവേർട്ടഡ് ആണെന്ന് പറയും. ഇത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഒരു റേ കൂടെ എടുത്തായിരുന്നു. ഞാൻ ഇതിനെ കൃത്യം നടുക്ക് ഒരു റേ എടുക്കാണ്ടിരിക്കട്ടെ. ആ റേയാണ് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പൊ അത് പോവാണെങ്കിൽ അത് ഇതിന്റെ കൃത്യം മുകളിൽ വരും. നോക്കിയോട്ടെ എങ്ങനെയാണെന്നേ. ഇതിങ്ങനെ പാരലായിട്ട് പോകുന്നു. അത് നമ്മുടെ റൂൾ അനുസരിച്ച് ഈ ഫോക്കസിലൂടെ ഇങ്ങനെ പോകുന്നു. ഈ ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് എറർ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അത്ര കൃത്യമായിട്ട് മെഷർമെന്റ് ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അടുത്ത കേസ് എടുക്കുന്നത് ഫോക്കസിലൂടെ പോകുന്നു. ഫോക്കസിലൂടെ പോകുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം എന്താ പാരലായിട്ട് പോകുന്നു. അങ്ങനെ അത് പാരലായിട്ട് പോകുമ്പോൾ ഇപ്പൊ ഈ റിഫ്ലക്റ്റഡ് റേയും കൂടെ മുട്ടുന്നിരുന്നേ അത് ഇവിടെ വരും. ഇപ്പൊ ഇതിന് ഞാനൊരു പേര് സീന് കൊടുക്കുവാണെങ്കിൽ ഇതിനെ ഞാൻ സൗകര്യത്തിന് ഇതിന് ഞാനൊരു ഇതെന്താ കൊടുത്തേ, ഞാൻ ഓ തന്നെ കൊടുത്തേ ഓ. അപ്പൊ ബി എന്നുള്ളതാണെങ്കിൽ ഇവിടെ നിന്ന് വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഇതിന് വേണമെങ്കിൽ ബീഡായിട്ട് എടുക്കേണ്ടി വരും. നീ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് തന്നെ അങ്ങനെ കുറെ പല എല്ലാ പോയിന്റുകളുടെ ഇമേജ് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പൊ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഇടയ്ക്കുണ്ട്, ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജും ഫോം ചെയ്യും ഇവിടെ അല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ ഒത്തിരി പോയിന്റ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ടല്ലോ. ഇവിടെ ഇഷ്ടം പോലെ പോയിന്റ്സ് ലൈറ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടം അത്രയും തന്നെ എന്താ ചെറിയ ചെറിയ പോയിന്റ്സ് ഇമേജ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ഇമേജ് കിട്ടും. മൊത്തം നമുക്ക് ഇവിടെ എങ്ങനെയായിരുന്നോ അതിന്റെ ഒരു തരംതിരിഞ്ഞ ഇമേജ് നമുക്ക് കിട്ടും. ഈ മൊത്തം ഓരോ പോയിന്റിന്റെ ഇമേജ് ഫോം ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് വരുവാണെങ്കിൽ ആ പോയിന്റിന്റെ ഇമേജ് ഫോം ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് വരുവാണെങ്കിൽ ആ പോയിന്റിന്റെ ഇമേജ് ഫോം ചെയ്യും. അങ്ങനെ എല്ലാ പോയിന്റ്സും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ അതേപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ അതേ കളറില് അതേ ഷേപ്പില് നമുക്ക് ഇമേജ് കിട്ടും. ഇപ്പൊ ഇവിടെ നിന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാത്രമല്ല, ഈ ഒരു പോയിന്റ് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, ഇതില്ലാന്ന് വെച്ചു. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, ഇവിടെ ഞാനൊരു പോയിന്റ് മാത്രം, ഒരു പോയിന്റ് സോഴ്സ് ആണെന്ന്. ഇതൊരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇത് ആ പോയിന്റ് മാത്രം ഉണ്ടാവും, അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. ഹലോ, ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോ നിന്നെ കാണാനില്ല. അപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ എന്താണെന്ന് പറഞ്ഞേ, ഈ ഒബ്ജക്റ്റ് മൊത്തം ഒരു പോയിന്റ് സോഴ്സ് ആണ് ഇരിക്കട്ടെ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ പോയിട്ട് എനിക്ക് ഇവിടെ എന്ത് ഇമേജ് കിട്ടും? ഇമേജ് ആ ഒരു പോയിന്റ് മാത്രം കിട്ടും. എനിക്ക് ആ പോയിന്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അന്നേരം മൊത്തം ഈ ഒരു പോയിന്റ് മാത്രം കിട്ടും. പക്ഷെ ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്?
ഈ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റൻഡ് ഒബ്ജക്റ്റ് ആണ്, നമ്മുടെ എക്സ്റ്റൻഡ് ഒബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, എക്സ്റ്റൻഡ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതുണ്ടാക്കിയിരിക്കുന്ന ഒത്തിരി പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതിന് ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നെല്ലാം ലൈറ്റ് വരും. അപ്പൊ അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഓരോ പോയിന്റിന്റെ ഇമേജ് ഇങ്ങനെ ഉണ്ടായി നമുക്ക് ആക്ച്വലി നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഇങ്ങനെ തരംതിരിഞ്ഞ് കിട്ടും. ഓക്കെ, എന്നാ നമുക്ക് ആ ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ വരച്ച പോലെ വരച്ചായിരുന്നു ആദ്യം. ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആദ്യം വരയ്ക്കേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പിന്നെ കോമ്പസിൽ ഒരു നല്ല ലാർജ് റേഡിയസ് എടുത്തിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ വെച്ച് കോമ്പസിന്റെ സെന്റർ ആ ലൈനെ തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് കോൺകേവറിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുക, പോള് റെപ്രസെന്റ് ചെയ്യുക. അബൌട്ട് 3 സെന്റിമീറ്റർ എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യുക, ഫോക്കസ്. അതേ ഡിസ്റ്റൻസ് തന്നെ എടുത്തിട്ട് സെന്റർ കർവേച്ചർ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കുന്നു, ഒബ്ജക്റ്റിന് പാരലായിട്ട് റേ വരയ്ക്കുന്നു. ഈ റേക്ക് എന്ത് പറ്റും അത് നീ ചെയ്യുക. രണ്ടാമത്തെ റേ എതിരെ വേണേലും വരയ്ക്കാം, സീല് വേണേൽ വരയ്ക്കാം. സീല് വരച്ചു കഴിഞ്ഞാൽ എനിക്കത് മിററിന്റെ പുറത്ത് പോകുന്നത് കൊണ്ട് ഞാനത് എഫിലൂടെ ഉള്ളതാണ് വരയ്ക്കുന്നത്. എഫിൽ വന്ന് റേസിന് എന്ത് പറ്റും നമുക്ക് വരയ്ക്കാവുന്ന കാര്യമുള്ളൂ. ഈ പാരലായിട്ട് വരുന്നത് ഈ ഫോക്കസിലൂടെ പോകും, ഫോക്കസിലൂടെ വന്നതോ പാരലായിട്ട് പോകും. അപ്പോ ഈ ഹെഡിന്റെ ഇമേജ് ഈ പോയിന്റ് ഇവിടെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഐ വിൽ ഗെറ്റ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. അപ്പോൾ നമുക്കിതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. Characteristics of image. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഈസ് നേച്ചർ, അതർ വൺ ഈസ് സൈസ്. നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് പറയണം. ഇത് റിയൽ ഇമേജ് ആണോ? അതെങ്ങനെയാ മനസ്സിലായ? Because reflected rays are actually meeting here. അതായത് ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീനിൽ ഇമേജ് കിട്ടും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്, നേച്ചർ. അപ്പൊ റിയൽ ആണ്, റിയൽ ഇമേജസ് ഇൻവേർട്ടഡ് ആയിരിക്കും കേട്ടോ. സോ ഐ ക്യാൻ റൈറ്റ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇതാണ് നേച്ചർ. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ, അത്രേ ഉള്ളൂ. സൈസോ ഒബ്ജക്റ്റിനേക്കാളും വലുതാണോ? കുറവാണ്. ഇത് ഒബ്ജക്റ്റ് ഇത്ര ഉണ്ടായിരുന്നു, ഇത് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെഴുതും? ഹൈലി വേണ്ട. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിന്റെ ഇമേജ് ഒക്കെ നമ്മൾ വെറും പോയിന്റ് ആയിട്ട് കാണുന്നതിനാണ് ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത്. ഡിമിനിഷ്ഡ് ടു എ പോയിന്റ് ഒക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ പോയിന്റ് സൈസ് ഒക്കെ ആകുമ്പോഴാണ് ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സണ്ണ് എന്ന് പറഞ്ഞാൽ വലിയൊരു സണ്ണാണ്. ആ സണ്ണിന്റെ ഇമേജ് പോയിന്റ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഹൈലി വേണ്ട, വെറുതെ ഡിമിനിഷ്ഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ എന്താ പറയുക? പൊസിഷൻ ഓഫ് ഇമേജ്. അതൊന്ന് എന്താണ് പൊസിഷൻ ഓഫ് ഇമേജ്? Position of image is between center of curvature and focus.
ഹലോ